റീസെൻ്റ്ലി ഇറാൻ, ഇസ്രായേൽ, US ഇവർ തമ്മിൽ ഒരു വാർ സിറ്റുവേഷൻ രൂപപ്പെട്ട് വരികയാണ് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഏഷ്യയിൽ. നമ്മുടെ ഇന്ത്യേൻ്റെയൊക്കെ വെസ്റ്റേൺ പാർട്ടായി വരുന്ന വെസ്റ്റേൺ ഏഷ്യ മിഡിൽ ഈസ്റ്റിലാണ് ഇറാൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ്റെയും വെസ്റ്റേൺ പാർട്ടിൽ വരുന്നു. അപ്പം ഇതിൻ്റെ അപ്പുറത്താണ് സൗദി അറേബ്യ, ഒമാൻ, യമൻ അതുപോലത്തെ ബാക്കി ഗൾഫ് കൺട്രീസ് വരുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഈ പേർഷ്യൻ ഗൾഫിലൊരു വാർ പോലത്തെ സിറ്റുവേഷൻ രൂപപ്പെട്ട് വരികയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കുറേ മുമ്പ് തന്നെ അവരുടെ വാർഷിപ്സും ഫ്ലീറ്റ്സൊക്കെ ഇറാൻ്റെ അടുത്തായിട്ടുള്ള പേർഷ്യൻ ഗൾഫിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാർ പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എപ്പോഴും പോകാമെന്നുള്ളൊരു രീതിയിലായിരുന്നു അവരൊക്കെ. അപ്പം റീസെൻ്റ്ലി ഈ ഇറാൻ ബോംബ് ചെയ്യുന്നത് UAE, ബഹ്റൈൻ, ഖത്തർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇറാൻ ബോംബ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു UAE, ബഹ്റൈൻ, ഖത്തർ ഇതൊക്കെ അമേരിക്കയുടെ വാർ ബേസസ് ആണ്. അമേരിക്കയ്ക്ക് അവിടെയൊക്കെ ഓരോ വാർ ബേസസ് ഉണ്ട്. ആ ഒരു ഏരിയയൊക്കെയാണ് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഖത്തർ ഒക്കെ ബോംബ് ചെയ്യുന്നത്. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നൊരു സ്ഥലമാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEൻ്റെയും അതുപോലെ ഇറാൻ്റെയും അഡ്ജസൻ്റായി വരുന്ന ഒരു കടലിടുക്കാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. ഈ ലോകത്തിലെ ഒരു 20 to 30% ഓഫ് ഓയിൽ എക്സ്പോർട്ട്സ് നടക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്.